നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അർജന്റീന എന്നീ ടീമുകളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട 3 ടീമുകളാണ്. ഇതിൽ ഫ്രാൻസ് ആണെങ്കിൽ 2 പ്രാവശ്യം ലോക ചാമ്പ്യന്മാരാണ്. ഇത്തവണ കപ്പ് നേടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടീമാണ്. മാത്രമല്ല കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ടീം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് നിരയുള്ള ടീമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രവചനത്തിന് മുതിരുകയാണെങ്കിൽ തന്നെ ഫ്രാൻസിന്റെ സാധ്യതകൾ എത്രമാത്രമാണ്? ഫ്രാൻസ് ഏതൊരു മേജർ ടൂർണമെന്റിൽ ചെല്ലുമ്പോഴും അവരത് ജയിക്കേണ്ടതാണ്. അത് യൂറോ ആയാലും ലോകകപ്പ് ആയാലും എന്ന് വെച്ചാൽ വേറെ ഒരു രാജ്യത്തിനും ആ ടാലന്റ് ഇല്ല. അതെന്താ വെച്ചാൽ റേഷ്യൽ ഡൈവേഴ്സിറ്റി വേറെ ആർക്കും ഇല്ല ഇത്ര അധികം. പാരീസ് എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോളിന്റെ ക്യാപിറ്റൽ. അതിനി ഒരു കാലത്തും മാറാനും പോകണ്ട. അത് ബ്യൂണസ് ആയർസ് അല്ല, റിയോ അല്ല, ഒരു നഗരമല്ല. പാരീസിന്റെ അത്ര ടാലന്റ് വേറെ എവിടെ ഇല്ല. ഇവിടെ പ്രശ്നം വരാൻ എന്തുകൊണ്ട് അവരെല്ലാം ജയിക്കുന്നില്ല, അത് കോച്ച് കാരണം. കോച്ച് 14 കൊല്ലം, ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹോം മാച്ച്. നോർത്തേൺ അയർലൻഡിനെ അവർ 3-1 തോൽപ്പിച്ചു. പക്ഷെ പല ടൂർണമെന്റിലും ചെല്ലുമ്പോ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിയിട്ടാണ് ഫ്രാൻസ് കളിക്കുക. കഴിഞ്ഞ യൂറോയില് 4 ഗോളൊറ്റ അടിച്ച 6 കളിയിൽ. അത് ഒറ്റ മാത്രം ഓപ്പൺ പ്ലേ. അത് ഇത്രയും നല്ല കളിക്കാരുണ്ടായിരുന്നു. അത് ശരിക്കും ഡിസ്ഗ്രേസ്ഫുൾ ആണ്. വേറെ ഏതെങ്കിലും കോച്ചാണെങ്കിൽ അപ്പൊ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു ലോകകപ്പൊക്കെ ജയിച്ചത് കാരണം അവര് വെച്ച് ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ പക്ഷെ സിഡാൻ വന്നാൽ ഈ കളിക്കാരെ ഇനി ഒരു ലെവലിലേക്ക് പോകും ശരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഈ കളിക്കാരെ വെച്ച് ഏതൊരു ടൂർണമെന്റിൽ പോയാലും ഏതൊരു പ്ലാനറ്റിൽ കളിച്ചാലും നിങ്ങൾ ജയിക്കേണ്ടത്. കോച്ചിനെ പറ്റി മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പക്ഷെ കോച്ചിനെ ഇപ്പം ഡിഡിയർ ഡെഷാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ശരിക്കും ഒരു കളിക്കാരെന്നുള്ള രീതിയിലും ടീം കോച്ച് എന്നുള്ള രീതിയിലും കപ്പുയർത്തിയിട്ടുള്ള 3 പേരേ ഉള്ളൂ. അതിന്റെ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയാകുമ്പം ഈ ടീമിനെ നമ്മൾ ദിലീപ് പറഞ്ഞ ഒരു ആരോപണം നിലനിൽക്കുന്നതാണോ? കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്രയും നല്ല കളിക്കാരെ വെച്ച് എങ്ങനെ ഇത്രയും മോശം ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നുള്ള ചോദ്യമാണ്. 82-ലത്തെ ബ്രസീൽ ആയാലും ഇതിനു മുമ്പത്തെ ഫ്രാൻസ്, 84-ലത്തെ ഫ്രാൻസ് ഒക്കെ നല്ല കളിക്കാർ വെച്ച് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കും. അത് കളിക്കാനുള്ള കളിക്കാരുണ്ട് ഇപ്പൊ. അത് കളിക്കുമെന്നുള്ള കഴിഞ്ഞ കുറച്ച് മാച്ചായിട്ട് അവർ നന്നായി കളിച്ചിട്ടുണ്ട്, ശരിയാണ്. ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഒരു കഴിഞ്ഞ ഒരു 12-15 മാസമായിട്ട്. പക്ഷെ യൂറോസിലൊക്കെ വളരെ നിരാശപ്പെടുത്തിയ പ്രദർശനമായിരുന്നു. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡെപ്ത് ഉണ്ട് അറ്റാക്കിങ്ങിലെന്ന്. അതിന്റെ ഒരു അതേ ബാക്കിനെ കുറിച്ച് വളരെയധികം വീക്കാണെന്നുള്ള രീതിയിൽ തന്നെ സംസാരവും വരുന്നുണ്ട്. വീക്കാന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ഇപ്പൊ അവരുടെ സെന്റർ ബാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വില്യം സലീബ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സെന്റർ ബാക്സ് ഒരാളാണ്. ഉപ്പമക്കാനും ഇപ്പൊ ബാൻ മ്യൂണിക്കിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് സെമി എത്തി. ബാക്കപ്പ് ആയിട്ട് കൊണാറ്റെ മോശം സീസൺ ആയിരുന്നു ലിവർപൂളിന്, പക്ഷെ മികച്ച സെന്റർ ബാക്കാണ്. വളരെ ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് ലൂക്ക ഡിന്യ, റൈറ്റ് ബാക്ക് ജൂൾസ് കോണ്ടി, ഇവരൊക്കെ ടോപ്പ് ക്ലബ്സിന് കളിക്കുന്ന കളിക്കാരാണ്. പിന്നെ മിഡ്ഫീൽഡും അറ്റാക്കേഴ്സും ബോൾ കീപ്പ് ചെയ്താലും ഡിഫെൻഡിങ് അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഫ്രാൻസ് അങ്ങനെ ഗോള് വഴങ്ങണ ഒരു ടീമല്ല. ഒന്നാമത് ചുവമനിയും റാബിയോ ആയിരിക്കും 2 സിറ്റിംഗ് മിഡ്ഫീൽഡേഴ്സ്. അവരെ കടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ശരിക്കും ഈ ടീം ഒന്ന് ഫ്രീ ആക്കണമെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിൽ വാറൻ സെയർ എമറി, PSG-യുടെ കളിക്കാരൻ, അയാൾ കളിച്ചാൽ കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് ടീമായി മാറും. അതിന്റെ ആവശ്യമില്ല ശരിക്കും. എന്നുവെച്ചാൽ മുൻനിരയിൽ അത്രയും കളിക്കാരുണ്ട്. അവിടെ ആരെ കളിപ്പിക്കുന്നതാണുള്ളത് ശരിക്കും. പിന്നെ ഫ്രാൻസിനെ പറ്റി ഒരു പൊതു വിമർശനം കാണുന്നത് വെച്ചാൽ അതിൻ്റെ അകത്തെ ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പ്, പലതരത്തിലുള്ള പ്രായത്തിലുള്ള ആൾക്കാർ. കാരണം ചിലർ വളരെ യങ്ങാണ്, ചിലർ വളരെ സീനിയർ ആണെന്നുള്ള. ഇത് ശരിക്കും ടീമിനെ ബാലൻസ് ചെയ്യാണോ ചെയ്യുക, അതോ അതിന്റെ ഒരു പെർഫോമൻസിനെ അധികം കുറെ യങ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് കൺവെയർ ബെൽറ്റ് ഓഫ് ടാലന്റ് ആണ് പാരീസ് പ്രത്യേകിച്ച്. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് മൈക്കിൾ ഒളിസയ്ക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം ഫ്രണ്ട് ലൈനിൽ. എംബാപ്പെ ഒന്നുമില്ലെങ്കിൽ ലെഫ്റ്റ് കളിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ സ്ട്രൈക്കറായി കളിക്കും. ഡെംബെലയ്ക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം.
റയൻ ചാക്കിക്ക് പല പൊസിഷനും കളിക്കാൻ പറ്റും. ഡെസ്രെ ഡുവെ അത്ര തന്നെ വേഴ്സ്റ്റൈലാണ്. ഇവരൊക്കെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. അല്ലാതെ ബാക്കി പല ടീമുകൾ ഇപ്പൊ അർജന്റീനയും ബ്രസീലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പൊസിഷനിലും അവർക്ക് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഇല്ല. ഇത് ഫ്രാൻസിന്റെ മുൻനിരയിലും മിഡ്ഫീൽഡിലും പ്രത്യേകിച്ച് എല്ലാവരും വേൾഡ് ക്ലാസ് ആണ്. ഇതിൽ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾ, അതായത് 2018 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണ് അതിനൊരു നമ്മൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ആ 2 കളികളിൽ എന്താണ് ഫ്രാൻസിന് സംഭവിച്ചത്? 2018 അവർ നന്നായി കളിച്ചു, അതുകൊണ്ട് തന്നെ ജയിച്ചത്. അർജന്റീന ആയിട്ടുള്ള ഒരു മാച്ച് ക്ലാസിക് ആയിരുന്നു, 4-3 രണ്ടാം റൗണ്ടിൽ. ഫൈനലിൽ നന്നായി കളിച്ചിട്ടാണ് ജയിക്കുന്നത് ക്രൊയേഷ്യക്കെതിരെ. 2022 പല മാച്ചിലും അവർ നന്നായി കളിച്ചു. ഫൈനലിൽ പക്ഷെ ഒരു 60-70 മിനിറ്റ് കളിച്ചിട്ടേ ഇല്ല. പിന്നെ 2-0 തോൽക്കാൻ പോണെന്ന് ഒരു തോന്നൽ വരുമ്പോഴാണ് ഇനി കളിക്കാല്ലേ എന്ന് പറഞ്ഞ് കളിച്ച് 2-2 എക്സ്ട്രാ ടൈമിൽ എത്തണം. അപ്പൊ ആ ഒരു അപ്രോച്ച് ആയിട്ടാണ് എനിക്ക് പ്രശ്നമുള്ളത്. ഈ കളിക്കാരെ വെച്ച് കളിക്കുമ്പോ അങ്ങനത്തെ ഒരു അപ്രോച്ചിന്റെ ആവശ്യമില്ല. ഒരു ടീമിനെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഇതിനകത്ത് നമ്മളൊരു കേരളത്തിന്റെ ഒരു സറൗണ്ടിങ്സിൽ നിന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ കാണുന്നത് അർജന്റീന അല്ലെങ്കിൽ ബ്രസീൽ എന്നൊക്കെയുള്ള രീതിയാണ്. ഇനി കൂടിപ്പോയാൽ സ്പെയിനും ഇംഗ്ലണ്ടും ഒക്കെ വരികയും. പക്ഷെ 20 കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നില്ല. സിഡാൻ കളിക്കുന്ന സമയത്ത് കുറെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഈ ഏരിയയില് കുറെ ഫ്രാൻസിന്റെ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു സിഡാൻ കളിക്കുന്ന സമയത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്തൊരു റേഷ്യൽ അല്ലെങ്കിൽ ഒരു പ്ലൂറൽ നേച്ചർ വെച്ചിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവേണ്ടത് ഫ്രാൻസിനല്ലേ? പക്ഷെ അതിന് ഒരു കാരണം ഫ്രഞ്ച് ലീഗ് അത്ര പോപ്പുലർ അല്ല. ഇപ്പൊ ഇംഗ്ലണ്ടും സ്പെയിനും ആണ് എല്ലാവരും ഫോളോ ചെയ്യണ രണ്ട്. പിന്നെ അതിലത്തെ ഇപ്പൊ പോർച്ചുഗലത്തെ ആണെങ്കിൽ അവരുടെ എല്ലാ മികച്ച കളിക്കാരും ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ സ്പെയിനിലോ ആയിരിക്കും കളിക്കുക. അർജന്റീനയിലത്തെ മികച്ച കളിക്കാർ അധികം സ്പെയിനിലായിരിക്കും. ബ്രസീലിലത്തെയും സ്പെയിനിലോ ഇംഗ്ലണ്ടിലോ ആണ്. അപ്പൊ ഈ 2 ലീഗിൽ കളിക്കുന്ന ടീംസിനെയാണ് അധികം ഫോളോ ചെയ്യുന്നത്. പിന്നെ ചരിത്രപരമായിട്ട് അർജന്റീനയ്ക്കും ബ്രസീലിനും കുറെ കാലമായിട്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ബാക്കി ടീംസിന് സപ്പോർട്ട് വന്നിട്ടുള്ളത് ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ, ഇവരൊക്കെ ആ ലീഗ്സ് ഫോളോ ചെയ്യുന്നത് കാരണം. ജർമ്മനിയും ഫ്രാൻസും ഒരു സ്റ്റെപ്പ് പുറകിൽ. അത് കാരണം എന്താ വെച്ചാൽ കളിക്കാർ ഫാൻസ് ആ ലീഗുകൾ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഈ ഫ്രാൻസ് ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കിടിലൻ ഗ്രൂപ്പാണ്. സെനഗൽ ഉണ്ട്, നോർവേ ഉണ്ട്, ഇറാഖ്. ഇപ്പൊ ഇതിനകത്ത് ഉള്ള കളികൾ എങ്ങനെയായിരിക്കും പൊതുവെ? നോർവേ വളരെ നല്ല ടീമാണ്. ക്വാളിഫയിങ്ങിൽ ഒരു 37 ഗോൾ അടിച്ചത്. പിന്നെ ഹാളൻഡുള്ള ഏതൊരു ടീമിനും ആരെയും തോൽപ്പിക്കാം. അവർക്ക് 1-2 ചാൻസ് കിട്ടിയാൽ മതി. പക്ഷെ ഇതൊരു ഹാളൻഡിന്റെ മാത്രം ടീമല്ല. മാർട്ടിൻ ഓഡെഗാർഡ് വളരെ മികച്ച മിഡ്ഫീൽഡറാണ്. ആർസണലിൽ കളിക്കണമെന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു റോളാണ്. പിന്നെ ഈ ടൂർണമെന്റിൽ കാണാൻ പോണ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർ ആന്റോണിയോ ന്യൂസയാണ്. RB ലൈപ്സിഗിന് കളിക്കുന്നത്. ന്യൂസ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വിങ്ങറാണ്. തീർച്ചയായിട്ടും പല ക്ലബുകളും ഇത് കഴിയുമ്പോൾ ന്യൂസെ നോക്കുക. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല കളിക്കാരുണ്ട് അവർക്ക്. പിന്നെ ബോഡോ ഗ്ലിംറ്റിന്റെ യെൻസ് പീറ്റർ ഹോഗ് ചാമ്പ്യൻസ് ലീഗിൽ പല ക്ലബുകളെയും ഞെട്ടിച്ചു. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ഒരു ടീമാണ് നോർവേ. എന്റെ അഭിപ്രായത്തിൽ അവർ നോക്കൌട്ട് റൗണ്ട് എത്തും. സെനഗൽ ആഫ്രിക്കയിലത്തെ ഏറ്റവും മികച്ച ടീം. അവര് കപ്പ് ഓഫ് നേഷൻസ് അവര് കോടതിയിലും ഇതിലൊക്കെ ആയിരിക്കും. പക്ഷെ ഫീൽഡില് ഏറ്റവും ശക്തമായ ടീം ഇപ്പൊ അവരാണ്. ഒരു വലിയൊരു മാറ്റം ഞാൻ കണ്ടിട്ടുള്ളത് സെനഗളാണ് ആദ്യം അവരുടെ കോച്ചസിനെ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഈ കുറെ ഫോറിൻ കോച്ചസിന് ജോലി കൊടുക്കുന്നതിന് വരെ ആദ്യം മാലിയു സീസെ, ഇപ്പൊ പാപ്പത്തിയ. അപ്പൊ ഇവർ വന്നതിന് ശേഷം അവരുടെ ശൈലിയിൽ തന്നെ അവർക്ക് കുറെ കൂടി വിശ്വാസമുണ്ട്. അപ്പൊ വളരെ ഡയറക്റ്റ് ആണ്, പവർഫുൾ ആണ്, കുറെ നല്ല കളിക്കാരും. ഇപ്പൊ സാദിയോ മാനെയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കൂടാതെ ഇപ്പൊ മൊണക്കോന്റെ ലമീൻ കമറ, ഇസ്മയിൽ അസാർ ക്രിസ്റ്റൽ പാലസിന്റെ, ഇലിമൻ ഇൻഡായി എവർട്ടന്റെ കളിക്കാരൻ, ഇവരൊക്കെ ശ്രദ്ധയിൽ വരാൻ പോണ കളിക്കാരൻ. പിന്നെ വളരെ മികച്ച ബാക്ക് ലൈൻ കുറച്ച് പ്രായമായി തുടങ്ങി എന്നുള്ളൊരു പ്രശ്നം മാത്രമുണ്ട്. ഇറാഖിന്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട്? ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ മുന്നിലുള്ളത് അത്രയും മികച്ച 3 ടീമാണ്.
പക്ഷെ ഇറാഖിനെ ആരും എഴുതി തള്ളാൻ പാടില്ല. ഒന്നാമത് കളിക്കാർക്ക് ആ ഒരു വാശി ഉണ്ടാവും 40 കൊല്ലത്തിന് ശേഷം ഒരു ലോകകപ്പ് കളിക്കുക. പിന്നെ ഇപ്പൊ ഏഷ്യന്ന് അങ്ങോട്ട് ക്വാളിഫൈ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. അവര് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ സൗദിക്ക് ഹോം അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ മേലെ ക്വാളിഫൈ ചെയ്തത് സൗദി. അർജന്റീനയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ദേശീയ ടീം പോലെയാണല്ലോ മലയാളികൾ അർജന്റീനയെ കാണുന്നത്. അപ്പൊ അതിനകത്ത് ലയണൽ മെസ്സിയുടെ ഒരു ഫെയ്ഡിങ് ജീനിയസിന്റെ ഒരു പ്രകടനമായിരിക്കുമോ എന്നുള്ള സംശയം ആൾക്കാർക്കുണ്ട്. കാരണം വെച്ചാൽ എന്തായാലും ഇത് ഉറപ്പായിട്ടും ഇത് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഒരു പ്രതിഭ സമ്പത്ത് ഇപ്രാവശ്യം അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമാണ് ഫാൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഉള്ളിലുള്ളത്. ദിലീപിന് എങ്ങനെയാ അതിനെ പറ്റി തോന്നുന്നു? ഇപ്പൊ പണ്ടത്തെ പോലെ മെസ്സിയുടെ അത്ര ഒരു ആവശ്യമില്ല. അപ്പൊ 11 മെസ്സിക്ക് കളിക്കാം. പക്ഷെ ആ 2014 18 ഉണ്ടായിരുന്ന പോലത്തെ പ്രഷർ ഇല്ല. അപ്പൊ അത്രയും നല്ല കളിക്കാർ ചുറ്റുമുണ്ട്. അവർ കുറെ കാലം ഒരുമിച്ച് കളിച്ചിട്ടുമുണ്ട്. ഒരു ടീമാണ് അർജന്റീന. അത് സ്കലോണിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ടാലന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടീം ഒരിക്കലും 2002 2006 ഒന്നും അടുത്തുപോലും എത്തില്ല. 98 2002 2006 ആ ഒരു തലമുറയുടെ അടുത്ത് പോലും എത്തില്ല ഇവര്. പക്ഷെ ഇവര് ഒരു ടീമായിട്ട് കളിക്കണം. ആ സമയത്ത് ഓരോരുത്തർക്ക് ഈഗോ പ്രശ്നം എന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്ക് എന്തോ കാരണവശാൽ അവർക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ബാറ്റിസ്റ്റൂട്ട, വെറോൺ, കുറെ കളിക്കാരുണ്ടായിരുന്നു മികച്ച കളിക്കാർ. ഇപ്പൊ ഡിയേഗോ സിമിയോണൊക്കെയുള്ള ടീമായിരുന്നു 98. പക്ഷെ ഇപ്പോഴത്തെ ടീമിൽ ആ ലെവലിലുള്ള കളിക്കാരില്ല പല പൊസിഷനും. പക്ഷെ ഒരു ടീമായി കളിക്കാനും ജയിക്കാനും പഠിച്ചിട്ടുണ്ട്. അത് മേജർ ടൂർണമെന്റ്സ് ആവുമ്പോൾ എപ്പോഴും അവർക്ക് ഒരു വലിയ കളി എങ്ങനെ ജയിക്കണം എന്നറിയാം. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ടീമാണ് അർജന്റീന. ഈ 17 കളിക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ 17 കളിക്കാർ ഇപ്രാവശ്യത്തെ ടീമിലുണ്ട്. അതൊരു അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ഒരേ ആൾക്കാർ തന്നെ പിന്നെയും കളിയിൽ വരുന്ന രീതി ഇത്രയും കാലം കഴിഞ്ഞിട്ടും വളരെ ചുരുക്കം ടീംസിലേ അത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണ ഇതിൽ കുറെ പേര് തുടങ്ങണ സമയമായിരുന്നു. ഇപ്പൊ എൻസോ ഫെർണാണ്ടസ്, ആൽവറസ് അവരൊക്കെ ആ ടീമിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ കുറെ സെറ്റിൽഡ് ആയിട്ടുണ്ട്. പ്രശ്നം വരാൻ പോകുന്നത് കുറെ പ്രായമായ കുറെ കളിക്കാരുണ്ട്. അപ്പൊ അവര് ഈ ചൂടില് 8 മാച്ചൊക്കെ കളിക്കേണ്ടി വന്നാൽ അവർക്ക് എങ്ങനെ അത് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അത് മെസ്സി മാത്രല്ല, ഈ അർജന്റീന ടീമിനെ പറ്റി ഏറ്റവും വലിയ സംശയമുള്ളത് അവരുടെ സെൻട്രൽ ഡിഫൻസിലാണ്. ഓട്ടോമാറ്റിക്ക് 38 വയസ്സായി. സിറ്റി വിട്ടിട്ട് തന്നെ ഇപ്പൊ കുറച്ച് കൊല്ലായി. പോർച്ചുഗീസ് ലീഗ് അത്ര ഒരു ചാലഞ്ച് അല്ല. പക്ഷെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വന്നാല് മുമ്പേ വലിയ പേസ് ഉള്ള ഒരു സെന്റർ ബാക്ക് ആയിരുന്നില്ല. ഇപ്പൊ തീരെ ഇല്ല. അപ്പൊ ഒരു ഹാളൻഡിനെതിരെ, ഒരു എംബാപ്പയ്ക്കെതിരെ, ഒരു ഹാരി കെയ്നെതിരെ, ഇവരുടെയൊക്കെ എതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പിന്നെ ബാക്കിയുള്ള സെന്റർ ബാക്സ് ലിസാൻഡ്രോ മാർട്ടിനസ് വളരെ ചെറുതാണ്, വളരെ ഒരു ഫൈറ്ററാണ്, പക്ഷെ ഹൈറ്റ് ഇല്ല. ക്രിസ്ത്യൻ റൊമേറോന്റെ ആണെങ്കിൽ വളരെ മോശം ടെമ്പറമെന്റ് ആണ്. ഇപ്പൊ ടോട്ടനം ഹോട്ട്സ്പർ ഫാൻസ് അത് പറയും. ഇടയ്ക്കിടയ്ക്ക് റെഡ് കാർഡ് കിട്ടും, അനാവശ്യമായിട്ട് ഓരോ ഇതിൽ പെടും. അങ്ങനത്തെ ഒരു കളിക്കാരൻ. അപ്പൊ സെന്റർ ബാക്കിൽ പണ്ട് പാസറല്ല, അയാൾ ഇവരൊക്കെ കളിച്ച്, വോൾട്ടർ സാമ്യൽ ഇവരൊക്കെ കളിച്ച പൊസിഷനാണ്. അപ്പൊ ആ ഒരു എ ക്ലാസ് സെന്റർ ബാക്കിനെ ഞാൻ കാണുന്നില്ല ഈ ടീമിൽ. ഇപ്പം മെസ്സി അല്ലാതെ ഇപ്പം എല്ലാവരും പിന്നെ ഉറ്റുനോക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു താരം എന്നുള്ള രീതിയിൽ മെസ്സിയിലേക്കായിരിക്കും. പക്ഷെ പുതിയ കളിക്കാരിൽ പലരും പുതുതായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ദിലീപ് സൂചിപ്പിച്ചു. അതിൽ ആരൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ഏറ്റവും ശ്രദ്ധേയമായിട്ട് അതിൽ വരാൻ പോകുന്നത്? അതിൽ പലരും ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും തുടങ്ങുക. ഇപ്പൊ നിക്കോ പാസ്, ഇപ്പൊ കോമോ എന്ന് പറഞ്ഞ ഇറ്റലിയിൽ തന്നെ പലരും കേൾക്കാത്തൊരു ക്ലബ്ബായിരുന്നു ഈ അടുത്ത കാലം വരെ. കോമോ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കയറാനൊരു കാരണം നിക്കോ പാസിന്റെ കളിയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കളിക്കാരൻ. പക്ഷെ സ്റ്റാർട്ടിങ് ആ ഒരു ഫ്രണ്ട് ലൈനില് മിക്കവാറും ആൽവറസ് അല്ലെങ്കിൽ ലൗട്ടാറോ മാർട്ടിനസ് ആയിരിക്കും സ്ട്രൈക്കർ. പിന്നെ മെസ്സി, മറ്റേ സൈഡില് തിയാഗോ അൽമാഡ, അറ്റാക്കിങ് ഇതില് അലക്സിസ് മെക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഉണ്ടാവും. അതിന്റെ പുറകില് പാരഡസ് സിറ്റിംഗ് മിഡ്ഫീൽഡറായിട്ട്. അങ്ങനെ 4-3-3 ആയിരിക്കും അവർ മിക്കവാറും കളിക്കുക. പക്ഷെ ഈ പൊസിഷൻസിൽ പലരും മാറ്റാം. ആൽവറസ് അല്ലെങ്കിൽ മാർട്ടിനസ്, അൽമാഡയ്ക്ക് പകരം അല്ലെങ്കിൽ മെക്കാലിസ്റ്റർക്ക് പകരം പാസ് വരാം. വാലന്റീൻ ബാർക്കോ ഉണ്ട്.
ടീമിൽ. അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസ് ഉള്ള ഈ പുതുമുഖമായിട്ട് നോക്കേണ്ട ഒരാള് നിക്കോ പാസ് ആണ് ശരിക്കും. വേൾഡ് കപ്പിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ജയിച്ച ബ്രസീൽ മാത്രമല്ലേ ഉള്ളൂ. അതെ. ഈ അർജന്റീനയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ദിലീപ് കാണുന്നുണ്ടോ? അർജന്റീന ഫൈനൽ സ്റ്റേജസ് വരെ എത്തും. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു സെമി വരെ എന്തായാലും എത്തേണ്ട ടീമാണ് ഇത്. അതിനുള്ള അനുഭവം ഉണ്ട് അവർക്ക്. ഒരുമിച്ച് കളിച്ച് ജയിച്ച പരിചയമുണ്ട്. പക്ഷെ ഫൈനൽ ആ സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ടീം വെച്ച് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഗ്രൂപ്പിലെ കളിക്കുന്ന മറ്റ് എതിരാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പറയുന്നത് ഒരു ദുർബലമായ എതിരാളികളുടെ ഒരു ഗ്രൂപ്പിലാണ് അർജന്റീന ഓസ്ട്രിയ നല്ല ടീമാണ്. ആണല്ലേ? ഓസ്ട്രിയ, അൾജീരിയ, ജോർദാൻ, ഈ 3 ടീമുകളും. എന്നാലും നമുക്ക് അർജന്റീനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും ഒരു അതെ, പ്രശ്നമാണ്. അത് ഒരു ബാക്കി വലിയ ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഫ്രാൻസിനെ അല്ലെങ്കിൽ പോർച്ചുഗലിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിക്ക് വളരെ ടഫ് ഗ്രൂപ്പാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടല്ല. പക്ഷെ അൾജീരിയ നല്ല ടീമാണ്. അവർക്കും പക്ഷെ പ്രായമായി തുടങ്ങി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ റിയാദ് മാഹ്റസ് ഒക്കെ സൗദിയിലാണ് കളിക്കുന്നത്. മറ്റേ ഓസ്ട്രിയ ആണ് പേടിക്കേണ്ട ഒരു ടീം. പണ്ട് തൊട്ടേ ഈ വളരെ ഹൈ പ്രസ്സിങ് ഫിസിക്കലായിട്ടുള്ള യൂറോപ്യൻ ടീംസിനെതിരെ അർജന്റീനയ്ക്ക് പ്രശ്നം വരാറുണ്ട്. അത് റാൽഫ് റാഗ്നിക് ആണെങ്കിൽ പ്രസ്സിങ്ങിന്റെ ഗുരുവാണ്. ജർഗൻ ക്ലോപ്പ് ഇവരൊക്കെ കുറെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് റാൽഫ് റാഗ്നിക്. അപ്പൊ ആ ഓസ്ട്രിയൻ ഫുട്ബോൾ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 കൊല്ലത്തില്. അവര് ഡിഫെൻസീവില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുമാണ്, കൗണ്ടർ അറ്റാക്കിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമും. അപ്പൊ അവരെ പേടിക്കണം. പക്ഷെ ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും അർജന്റീന മുന്നോട്ട് പോകും, അതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കോച്ച് തന്നെ സ്കലോണി തന്നെ ആണ് ഇത്തവണയും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പരുടെ പ്രസക്തി എത്രമാത്രമുണ്ട്? വലിയ പ്രസക്തി. എന്താ വെച്ചാൽ ഇതിപ്പോ 2 ലോകകപ്പ് അടുപ്പിച്ച് ജയിക്കാൻ നോക്കാന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് നടക്കാത്തൊരു കാര്യമാണ് സാധാരണ. എന്റെ അഭിപ്രായത്തില് ശരിക്കും ഇത് അർജന്റീനയുടെ ഒരു അവസാനത്തെ ഒരു ചാൻസ് ആണ് ഒരു ലോകകപ്പ് ജയിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് കുറെ കാലം, ഇപ്പൊ ബ്രസീലൊക്കെ ഇപ്പൊ 24 കൊല്ലമായി ജയിച്ചിട്ട്, അതുപോലത്തെ ഒരു കാലം വരാൻ പോവാണ്. എന്താ വെച്ചാൽ ഈ സ്കലോണി ഒക്കെ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് ആണ്. സ്കലോണി എന്ന കളിക്കാരൻ 95-ല് ഹോസെ പെക്കമന് അർജന്റീന ഫാൻസിനെതിരെ എന്തോ കാരണവശാൽ ചീത്തപ്പേരാണ് 2006 ലോകകപ്പ് ജയിക്കാത്ത കാരണം. പക്ഷെ പെക്കമൻ ഒരു കോച്ചിങ് ജീനിയസ് ആയിരുന്നു. ഈ അർജന്റീന യൂത്ത് സിസ്റ്റം മുഴുവൻ സെറ്റപ്പ് ചെയ്തത് പെക്കമനും ഹ്യൂഗോ ടൊക്കാലി എന്ന് പറഞ്ഞ 2 കോച്ചസ് ആണ്. ഇവര് 95 തൊട്ട് 2007 വരെ ഈ അണ്ടർ 20 ലോകകപ്പാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അണ്ടർ 17, അണ്ടർ 15 പല കളിക്കാരും സീനിയർ ഫുട്ബോൾ പോലും എത്തില്ല. അണ്ടർ 20 തിളങ്ങണ കളിക്കാർ ഉറപ്പായിട്ടും വലിയ കളിക്കാരാവുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതില് 95 തൊട്ട് 2007 വരെ 12 കൊല്ലത്തിൽ 2 കൊല്ലം കൂടുമ്പോഴേ ഇത് കളിക്കുക അണ്ടർ 20 ലോകം. അപ്പൊ 5 തവണയാണ് അർജന്റീന ജയിച്ചത്. അതിൽ കളിച്ച കളിക്കാർ ജുവാൻ പബ്ലോ സൊറിൻ, സ്കലോണി, പിന്നീട് വന്ന ടീമില് മെസ്സി, ഡി മറിയ, അഗ്വേറോ, അങ്ങനത്തെ എല്ലാ പ്രതിഭകളും കളിച്ച റിക്കൽമെ 97-ല്, ഇവരൊക്കെ കളിച്ചത് ഈ പെക്കമന്റെയും ടൊക്കാലിന്റെയും ടീംസിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2007-ന് ശേഷം ഒരൊറ്റ ഫൈനലാണ് അർജന്റീന എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ കൊല്ലം 2025-ല് ഒരു മൊറോക്കോനോട് തോറ്റു. അതിനു മുമ്പ് ഒരു സെമി പോലും എത്തിയിട്ടില്ല 2007-ന് ശേഷം. അപ്പൊ അവിടെ ഒരു ആ ടാലന്റ് ഫാക്ടറിയിൽ ഒരു വലിയൊരു വാക്യൂം വന്നിട്ടുണ്ട്. അപ്പൊ ഈ മെസ്സിയുടെ തലമുറ കഴിഞ്ഞാൽ ഇനി ആര് എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് ശരിക്കും. പ്രത്യേകിച്ച് ബാക്കി രാജ്യങ്ങളിലെ ടാലന്റ്, ഇപ്പൊ സ്പെയിനില്, ഫ്രാൻസില്, ഇംഗ്ലണ്ട്, അവരുടെ ടാലന്റ് ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും സ്കലോണിക്കും അറിയാം താൻ ആ പ്രോജക്റ്റിലത്തെ ആദ്യത്തെ അല്ല 2ാമത്തെ ബാച്ചിലത്തെ ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഇപ്പൊ ആ പ്രോജക്റ്റ് അവസാനിക്കാൻ പോവാ. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ദുരന്ത കഥയാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്ന അതിന്റെ ഒരു വൈഭവം അല്ലെങ്കിൽ പ്രതിഭയൊന്നും നമ്മൾ അതിന്റെ ഒരു കപ്പ് നേടുന്നതിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നില്ല പലപ്പോഴും. ഇത്തവണയാണെങ്കിൽ പല പ്രതിഭാധനരായ കളിക്കാരെയും പുറത്തിരുത്തിക്കൊണ്ടാണ് കോച്ച് ഒരു സെലക്ഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു ബെല്ലിംഗാമിനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഒരു ടീമിനെയാണ് വാർത്തെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു വലിയ ബെല്ലിംഗമിനെ വരെ ചിലപ്പോ കളിപ്പിക്കില്ല എന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഈ ഒരു സെലക്ഷൻ എന്താണ്? ഇത്രയും വലിയ പ്രതിഭകൾ, ഇപ്പം പിന്നെ ഫിൽ ഫോർഡനും അല്ലെങ്കിൽ അലക്സാൻഡ്രോ ഒക്കെ പുറത്തിരിക്കുന്ന ഒരു ഇത് വരുന്നത് എങ്ങനെയാണ്? അത് വലിയൊരു റിസ്ക് ആണ്.
ഇപ്പോ ഫോർഡിനെയും കോൾ പാമറെയൊക്കെ പുറത്തെത്തിയത് എനിക്ക് ഒരു വിധം മനസ്സിലാക്കാൻ പറ്റും. അവര് രണ്ടുപേരുടെയും ക്ലബ് ഫോം അത്ര നന്നായിരുന്നില്ല. പിന്നെ ആ പൊസിഷൻസിൽ ഇംഗ്ലണ്ടിന് ഇഷ്ടംപോലെ കവർ ഉണ്ട്. പക്ഷെ എന്നാലും ഈ രണ്ട് കളിക്കാർക്കും ഒരു നിമിഷത്തിൽ ഒരു കളി മാറ്റാൻ കഴിവുള്ള കളിക്കാര്. അപ്പൊ അങ്ങനത്തെ കളിക്കാരെ ബെഞ്ചിലുള്ളതെങ്കിലും എപ്പോഴും നല്ല കാര്യം ഒരു ടീമിന് കളി മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും വരാൻ പോകുന്നതാണ് ഈ ചൂട് കാരണം പല കളികളും 70ാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും തീരുമാനമാവുക. കളിക്കാര് തളരും. ഏത് ടീമിന് അധികം സ്റ്റാമിന ഉണ്ടാവുക അവര് പോയി ജയിക്കും. അങ്ങനെയാണ് കുറെ കളികൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഗെയിം ചേഞ്ചേഴ്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷെ തോമസ് ടൂക്കൽ ആദ്യം തൊട്ടേ തനിക്ക് ചില കളിക്കാരെ എല്ലാ കളിയിലും കളിപ്പിച്ചു. മോർഗൻ റോജേഴ്സ് ഇപ്പൊ ബെല്ലിംഗമിന് മുമ്പിലാണ് ഇപ്പൊ ക്യൂവിൽ ആ നമ്പർ 10 പൊസിഷൻ കളിക്കാൻ വേണ്ടി. എന്തോ ഭയങ്കര വിശ്വാസം. നല്ല കളിക്കാരനല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേപോലെ ഇപ്പൊ പല പൊസിഷനിലും ഇപ്പൊ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിനെ എടുക്കുന്നില്ല. റൈറ്റ് ബാക്കില് റീസ് ജെയിംസ് എപ്പോഴും പരിക്ക് വരുന്ന ഒരു കളിക്കാരനാണ്. ബാക്കപ്പ് ആയിട്ടുള്ള ബെൻ വൈറ്റ് ഇപ്പൊ ഇല്ല, പരിക്കായിട്ട് പുറത്താണ്. ബാക്കി അവിടെ കളിക്കാൻ പറ്റുന്ന ജെഡ് സ്പെൻസും എസ്ട്രി കോൺസിക്കും സെന്റർ ബാക്കും റൈറ്റ് ബാക്കും രണ്ടും കളിക്കാൻ പറ്റും. പക്ഷെ ഇവര് രണ്ടുപേരും ട്രെൻഡിന്റെ ക്ലാസ്സിലല്ല. ആ പാസ് കൊടുക്കാനുള്ള കഴിവ് ഇതൊന്നുമില്ല. ഇതൊക്കെ വലിയൊരു റിസ്ക് ആണ് ശരിക്കും ഇങ്ങനത്തെ കളിക്കാരെ പുറത്താക്കി. പക്ഷെ തോമസ് ടൂക്കലിന് വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഇതാണ് എന്റെ ടീം, ഇവരാണ് എനിക്ക് വേണ്ട പോലെ കളിക്കുക. ഈ ബെല്ലിംഗ്ഹാം ഫാക്ടർ ഉണ്ടല്ലോ, അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും? അത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ. കാരണം ശരിക്കും അദ്ദേഹത്തിന്റെ ക്ലബ്ബ് സീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നതല്ല. ഈ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നാഷണൽ ടീമിന് പ്രത്യേകിച്ചും കുറെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ടൂർണമെന്റ് ആണ്. ബെല്ലിംഗ്ഹാം 24 ശേഷം വിചാരിച്ച പോലെ മുന്നോട്ട് പോയിട്ടില്ല. 24 യൂറോനൊക്കെ മുമ്പ് എല്ലാവരും സംസാരിച്ചിരുന്ന ബെല്ലിംഗ്ഹാമിനെ പറ്റി മാത്രമായിരുന്നു. ഒന്നാമത് ആ റയലിന്റെ കൂടെയുള്ള ആദ്യത്തെ സീസൺ അത്രയും മികച്ച സീസൺ ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു. പിന്നെ യൂറോയിലും ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ കളിക്കാരനായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ആവറേജ് ക്ലബ് സീസൺസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നാഷണൽ ടീമിന് പല കളി സ്റ്റാർട്ട് ചെയ്യണില്ല. കുറച്ച് പരിക്കായിരുന്നു. പരിക്കില്ലാത്ത സമയത്തും റോജേഴ്സിനെയാണ് കളിക്കുന്നത് നമ്പർ 10 ആയിട്ട്. അപ്പൊ ബെല്ലിംഗ്ഹാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തൊട്ടേ നന്നായി കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ബെഞ്ചിൽ തന്നെ ആയിപ്പോന്നുള്ളൊരു പേടിയുണ്ട്. എപ്പോഴും നേരത്തെ നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ആദ്യഘട്ട കളികളിലൊക്കെ നന്നായിട്ട് തിളങ്ങും. പിന്നെ അവസാനം എത്തുമ്പോഴേക്കും അങ്ങ് ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്ന ഒരു എല്ലായ്പ്പോഴും അങ്ങനെ കാണുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അതെന്തായിരിക്കും അതിന്റെ ഈ പറഞ്ഞ ഒരു കോച്ചെല്ലാം വേറെ കോച്ചുകൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെയാണ്. എന്നാൽ ഏറ്റവും പ്രതിഭാധനരായ കളിക്കാരുള്ള ഒരു ടീമാണ്. മാത്രമല്ല ഈ ഫുട്ബോളിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രം കൂടി കണക്കാക്കാവുന്ന ഒരു രാജ്യത്തുണ്ടാവുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? പലപ്പോഴും കുറച്ച് ലക്കും വേണം. ഇപ്പൊ 98-ലൊക്കെ ഡേവിഡ് ബെക്കമിന് റെഡ് കാർഡ് കിട്ടണം അർജന്റീനക്കെതിരെ. 2002 പെനൽറ്റിയിൽ പുറത്താവണു. 6 അതേപോലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ 2002 റൊണാൾഡിനോന്റെ മറ്റേ വണ്ടർ ഗോൾ ബ്രസീലിനെതിരെ, അതൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇത്ര 50 മീറ്റർ നോക്കി ഒരാൾ ഗോൾ അടിക്കുന്നുള്ളത്. 2006 റൊണാൾഡോന്റെ പോർച്ചുഗലിനോട് തോൽക്കുന്നു. അപ്പൊ പെനൽറ്റീസിൽ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. നല്ല ടീമുകളോടാണ് നിങ്ങൾ തോൽക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇംഗ്ലണ്ട്, നേരത്തെ നമ്മൾ ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞ ഒരു ആംബിഷൻ ഇല്ലാതെ കളിക്കും. അവർക്ക് ഈ കളിക്കാരെ വെച്ചിട്ട് കുറെ കൂടി എക്സ്പ്രസീവ് ആയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ടീമിന് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് ബേസ് ഉണ്ട്. ഡെക്ലൻ റൈസും എലിയറ്റ് ആൻഡേഴ്സണും. അത് ലോക ഫുട്ബോളിൽ തന്നെ അതിലും നല്ലൊരു ഹോൾഡിംഗ് പെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് കാരണം മുമ്പിലുള്ള കളിക്കാർക്ക് ശരിക്കും ഫ്രീഡത്തോടു കൂടി കളിക്കാൻ പറ്റും. അതിപ്പോ ഹാരി കെയ്ൻ ആയാലും ബെല്ലിംഗ്ഹാം ആയാലും സാക്ക ആയാലും മറ്റിവിടെ കളിക്കാൻ പോണ ആന്റണി ഗോർഡനോ റാഷ്ഫോർഡോ ആരായാലും അവർക്ക് ആ ഫുൾ ഫ്രീഡത്തോടു കൂടി കളിക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പം ഗ്രൂപ്പിലുള്ള ക്രൊയേഷ്യ, ഘാന, പനാമ, ഇതിൽ ഘാന ഒരു സൂപ്പർ ടീം അല്ലേ? ആയിരുന്നു. ഇപ്പോഴത്തെ ഘാന അത്ര ഒരു സൂപ്പർ ടീം എന്റെ അഭിപ്രായത്തിൽ ആഫ്രിക്കയിൽ നിന്ന് വരാൻ പോണ ഒരു വീക്ക് ടീം എന്ന് പറയില്ല. പക്ഷെ സെനഗളിന്റെയും ഐവറി കോസ്റ്റിന്റെയും മൊറോക്കോന്റെയും ആ ഒരു ലെവലിലല്ല. സൗത്ത് ആഫ്രിക്ക, ഇതാണ് 4
മികച്ച ടീം. ഗാനയുടെ ഒരു പ്രശ്നം ജോർഡൻ ആയും ആന്റോൺ സെമനി ഇവരെ രണ്ടുപേരെയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ പിന്നെ സുലൈമാനയുടെ പേസും ഉണ്ട്. ഇത് കൂടാതെ വലിയൊരു ത്രെറ്റ് ഇല്ല, പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ നിന്നില്ല. മുഹമ്മദ് കുഡൂസ് ഇപ്പൊ പുറത്താണ് പരിക്കായിട്ട്. അപ്പൊ അവർക്ക് വളരെ കുറച്ച് ഗെയിം ചേഞ്ചേഴ്സ് ഉള്ളു ഒരു കളി ജയിക്കണമെങ്കിൽ. സമനില പിടിച്ചു നിൽക്കാനുള്ള അതിനും പക്ഷെ പ്രശ്നമാണ് അവരുടെ മികച്ച 2 സെന്റർ ബാക്സ് പരിക്ക് കാരണം പുറത്താണ്. അപ്പൊ ഗാനയെ പറ്റി എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. ക്രൊയേഷ്യയും ഇതേപോലെ കുറെ പ്രായമായ ടീമാണ്. കഴിഞ്ഞ തവണ സെമി എത്തി, അതിനു മുമ്പ് ഫൈനലിലെത്തി. പക്ഷെ മോഡ്രിച്ചിന് ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞു. കോവച്ചിച്ച്, പെരസിച്ച് ഇവരൊക്കെ 30 എന്നോ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഈ ചൂടിൽ ഇത്രയധികം കളി കളിക്കേണ്ടി വരുമ്പോ അവർക്ക് അതിന് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കളിയിൽ അവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും, അധികം ഓടണ്ട. പക്ഷെ ഒരു ഫിസിക്കലായിട്ട് കുറെ ഓടിപ്പിക്കുന്ന ഒരു ടീമിനെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ഓർമ്മിക്കുന്ന ഗോളുകൾ എന്നുള്ള ഒരു നമ്മളെ ആ സെഷനിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാവരും പലതുകൊണ്ട് ഓർമ്മിക്കുന്ന ഗോളാണ് മറഡോണയുടെ 1956 ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏത് ഗോൾ? 2 ഗോളുകൾ. അതായത് ഒരു അത്രയും 40 സെക്കൻഡിനുള്ളിലാണ് രണ്ടും സംഭവിക്കുന്നത്. 40 സെക്കൻഡിനുള്ള രണ്ടാമത്തെ ഗോള് ഏറ്റവും മികച്ച ഗോളായിട്ട് പറയുന്നു. ആദ്യത്തെ ഗോള് ഒരു ചീറ്റിംഗ് ഗോളാണെന്നുള്ള രീതി തന്നെയാണ് പല ന്യായങ്ങളും അതിലുണ്ടെങ്കിലും. കാരണം മറഡോണ തന്നെ പിന്നീട് അത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ ഗോളായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഗോളിനെ പറ്റി യഥാർത്ഥത്തിൽ അന്ന് വാർ സിസ്റ്റം ഇല്ല, അല്ലാതെ അങ്ങനത്തെ ഒരു ലൈൻ നോക്കുന്ന ഒരു വേറൊരു മെഷർ ചെയ്യാനുള്ള മറ്റൊരു ഇലക്ട്രോണിക് സംവിധാനം ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നടത്തിയിരിക്കുന്ന ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ ശരിക്കും സംഭവിച്ചെന്താണ്? സ്പ്ലിറ്റ് സെക്കൻഡിൽ സംഭവിച്ചപ്പോ ഞാനത് ലൈവായി കാണുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ പീറ്റർ ഷിൽട്ടൺ എന്ന് പറഞ്ഞൊരു സൈസ് ഉള്ള ഒരു ഗോൾ. ആ കാലത്ത് പ്രത്യേകിച്ചും ആ കാലത്ത് 6 അടി 2 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ വലിയൊരു പൊക്കാണ്. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിലും 40 കൊല്ലം മുമ്പ് അതൊരു ജയന്റ് ആണ് ശരിക്കും. അപ്പൊ ഇത്രയും ചെറിയൊരാള് ചാടി എങ്ങനെ ഇത്രയും വലിയൊരു ഗോൾ കീപ്പറുടെ മേലെ കൂടി ഹെഡ് ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുക. പിന്നെ റീപ്ലേയിലാണ് കൈ കാണുന്നത്. പിന്നെ അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ളത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫോക്ലാൻഡ് യുദ്ധം കഴിഞ്ഞിട്ട് 4 കൊല്ലം ആയിട്ടുള്ളൂ. അതില് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷ് ഫുട്ബോളത്തെ 2 കൾട്ട് ഫിഗേഴ്സ് ആയിരുന്നു 2 അർജന്റീന ഫുട്ബോളേഴ്സ്. ടോട്ടനം ഹോട്ട്സ്പറിന് കളിച്ചിരുന്ന ഒസ്വാൽഡോ അഡിലസും റിക്കി വിലിയ 2 പേരും. അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് പോണ്ടി വന്നു, എന്നാൽ ഈ യുദ്ധവും പ്രശ്നങ്ങളും ഒക്കെ ആയതിനു ശേഷം. അപ്പൊ ആകെപ്പാട് ഒരു എന്താ പറയുക, ഒരു നോർമൽ ഒരു കളി ആയിരുന്നില്ല അത് വന്നപ്പോ. പിന്നെ ഇംഗ്ലണ്ട് ആ ലോകകപ്പ് വളരെ പതുക്കെ തുടങ്ങി പിന്നെ ഫോമിലായി വന്നൊരു ടീമാണ്. അർജന്റീന ആണെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടി 82 മാരഡോണയുടെ ആദ്യത്തെ വേൾഡ് കപ്പ് അവസാനിക്കുന്ന ഒരു റെഡ് കാർഡിലാണ് ബ്രസീലിനെതിരെ. അപ്പൊ അത് തനിക്കത് തിരിച്ചു വരണം എന്നുള്ള ഒരു വാശിയും ഒക്കെ കൂടി എത്തിച്ചേർന്നത് ഈ കളിയിലാണ്. അത് നമുക്ക് പിന്നീട് പലതരം, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ, ഒരു പലതരം ന്യായീകരണങ്ങൾ, രാഷ്ട്രീയ ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ഫുട്ബോളിന്റെ ഒരു എത്തിക്സ്, ഒരു ഗെയിമിന്റെ എത്തിക്സ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഹാൻഡ് ബോള് ചീറ്റിംഗ് തന്നെയാണല്ലോ. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഇരിക്കുക ആ രണ്ടാമത്തെ ഗോളാണ്. എന്താ വെച്ചാൽ അത് അങ്ങനത്തെ ഒരു ജീനിയസ് ഒരു വലിയ മാച്ചില് നമ്മൾ ഇനി കാണുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പൊ നമ്മള് സയ്യിദ് അലോവേറാന്റെ ഗോളിനെ പറ്റി പറഞ്ഞു ബെൽജിയമിനെതിരെ. ഇത് പക്ഷെ വളരെ മികച്ച ഒരു ഇംഗ്ലീഷ് ടീമിനെതിരെ അത് ആദ്യത്തെ ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ കിട്ടണ ഒരു ടേൺ ഉണ്ട്. ആ ഒരു ഒറ്റ ടേണില് 2 കളിക്കാരെ ഇല്ലാതെയാവാണ്. അതും സാധാരണ കളിക്കാരില്ല. പീറ്റർ ബിയേർഡ്സ്ലി കുറെ കാലം ന്യൂകാസിലിന്റെയും ലിവർപൂളിന്റെ ഒക്കെ ഏറ്റവും മികച്ചൊരു കളിക്കാരനാണ്. പീറ്റർ റീഡ് ആ തലമുറയിലത്തെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ. ഇവര് എവിടെ ബോള് നോക്കുകയാണ്, അപ്പോഴേക്കും തിരിഞ്ഞു പോയി കഴിഞ്ഞു മാരഡോണ. പിന്നെ ബീറ്റ് ചെയ്യണ ഒരു കളിക്കാരൻ ടെറി ബുച്ചർ, ആ കാലത്ത് മികച്ച ഒരു സെന്റർ ഹാഫ്. 2 തവണ ഞാൻ ബുച്ചറെ ബീറ്റ് ചെയ്യുന്നത്. ഒരു തവണ ഇവിടുന്നും ഒരു തവണ ബോക്സിന്റെ അടുത്ത്. പിന്നെ ടെറി ഫെനിക്. പീറ്റർ ഷിൽട്ടൺ ഗോളിന്ന് പുറത്ത് വരുമ്പോ ഷോട്ട് വരുന്നു വിചാരിച്ച ആംഗിൾ നാരോ ചെയ്യും. അപ്പൊ കൂളായിട്ട് ബോൾ ഷിൽട്ടന്റെ അങ്ങോട്ട് തട്ടി പിന്നെ ഫിനിഷ് ചെയ്യുക ചെയ്യണം. 68 മീറ്റർ ഓടി, അതെത്ര വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ.
മാരഡോണിന്റെ ആ ആക്സിലറേഷൻ ഭയങ്കരമായിരുന്നു. പെട്ടെന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഒരു സ്പെസിമിൻ ഒന്നും ആയിരുന്നില്ല. ഇപ്പൊ എംബാപ്പയൊക്കെ കണ്ട ഓടുമ്പോ നമുക്ക് അതിശയമൊന്നും തോന്നില്ല. ഇത് ഇത്രയും ചെറിയൊരാൾ എങ്ങനെ ഇത്ര സ്പീഡിൽ ബോൾ കിട്ടിയിട്ട് ബോൾ വെച്ചിട്ട് എങ്ങനെ ഓടണു എന്ന് തോന്നുന്നു. ഈ ഒരു കാലത്തും ഇപ്പം എമിർ കുസ്തൂർക്കയുടെ മർഡോണ എന്നുള്ള അതെ. ഡോക്യുമെന്ററിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടോ? പക്ഷെ ഒരു ഇന്റർവ്യൂവിലും പിന്നെ ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മർഡോണ അതിനെപ്പറ്റി പറയുന്നത്. അതെ. ദൈവത്തിന്റെ പന്ത് അല്ല ഗോൾ കൈ, എന്നുള്ള അതെ. രീതിയിലൊക്കെയാണ് പറയുന്നത്. അതില് ശരിക്കും എന്തുകൊണ്ടായിരിക്കും പിന്നെയും അതിനെ ന്യായീകരിക്കുന്നത് മർഡോണ? അതാ രാഷ്ട്രീയപരമായിട്ടുള്ള മാരഡോണിന്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും വളരെ ലെഫ്റ്റ് വിങ് Left wing, ആന്റി ഇമ്പീരിയലിസ്റ്റ് ഒരു ചേഗുവാരുടെ ടാറ്റു ഒക്കെ ഉള്ള അതെ. ഒരു മനുഷ്യനായിരുന്നു. ഫിഡൽ കാസ്ട്രോന്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പൊ അതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ആ ഇംഗ്ലണ്ടിനോടുള്ള ഒരു വൈരാഗ്യം, ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള ഒരു ദ്വീപില് നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് തട്ടിയെടുത്തു. അങ്ങനെ അത് ചരിത്രപരമായിട്ടുള്ള ഒരു വൈരാഗ്യമാണ് പല അർജന്റീനക്കാർക്ക്. അതിന്റെ ഒരു പ്രതീകമായിരുന്നു മാരഡോണ മാത്രം. 40 മില്യൺ അർജന്റീൻ ആൾക്കാർക്ക് തോന്നിയിരുന്നത് പ്രകടിപ്പിച്ചത് മാരഡോണ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. 1998 അർജന്റീനക്കെതിരെ മൈക്കൽ ഓവൻ നേടിയ ഗോളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഗോളായിട്ട് പറയപ്പെടുന്നത്. ബക്കാമിന്റെ പാസോട് കൂടിയിട്ട്. അതിനെന്താണ് അത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം? ഇത്രയും പ്രാധാന്യം കിട്ടാൻ 2 കാരണം. ഒന്ന്, ഓവന്റെ പ്രായം. 18 വയസ്സുകാരൻ ആദ്യത്തെ ലോകകപ്പ് കളിക്കുന്നു. ഇംഗ്ലീഷ് ഫുട്ബോൾ ഫോളോ ചെയ്യണവര് അതിനൊരു സീസൺ മുമ്പ് ഓവന്റെ കളി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ സാറ്റലൈറ്റ് ടെലിവിഷൻ ഇതൊന്നും ഇത്ര വ്യാപകമായിട്ടില്ല. അപ്പൊ പല നാട്ടിലും ആരാന്ന് പോലും അറിയില്ല ഈ കളിക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ നല്ല കളിക്കാരന് മാത്രമേ അറിയുള്ളൂ. പിന്നെ അത് അത്രയും ശക്തമായ ഒരു അർജന്റീന ടീമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അർജന്റീന സ്ക്വാഡ്. അതിലാകെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാള് റെഡോണ്ടോ ആയിരുന്നു. റയൽ മെഡ്രിഡിന് കളിച്ചിരുന്നു. റെഡോണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ആ ടീം കപ്പ് ജയിക്കുകയായിരുന്നു. അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. അതിലത്തെ ഡിഫൻഡേഴ്സ് പറഞ്ഞാൽ പേടിപ്പിക്കണ കളിക്കാര്. റോബർട്ടോ അയാല, ജോസെ ഷമോട്ട്, ഇവരെ രണ്ടുപേരെയും ബീറ്റ് ചെയ്തിട്ടാണ് ബെക്കമിന്റെ ത്രൂ ബോൾ വരുന്നു. ആദ്യം ഷമോട്ടിനെ ബീറ്റ് ചെയ്ത് പിന്നെ ആദ്യം ഓടുന്നത് പെനൽറ്റി ബോക്സിന്റെ നേരെ സ്പോട്ടിന്റെ അടുത്തേക്ക് ഓടുന്നത്. ബോക്സിന്റെ പുറത്തെത്തുമ്പോൾ പെട്ടെന്ന് ദിശ മാറി വൈഡായി പോകുന്നു. അപ്പൊ അയാൾക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് മറ്റേ കോർണറിലേക്ക് ഗോൾ അടിക്കുന്നത്. അപ്പൊ അത് ആ ഡയറക്ഷൻ ചേഞ്ച് ആണ് അതിന്റെ ഭയങ്കര പ്രത്യേകത ശരിക്കും. അതിനകത്ത് പിന്നെ ബക്കാമിന് റെഡ് കാർഡ് കിട്ടുന്ന കളിയാണല്ലോ അത്. അതെ. അതൊരു സംഭവബഹുലമായ കളിയും കൂടിയായിരുന്നു. അതെ. ആ കളിയെ പറ്റി എന്താണ് തോന്നുന്നത് പൊതുവെ? കളി ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കളിയായിരുന്നു. എല്ലാം ഉണ്ട്, മികച്ച ഗോളുകള്. അതിലൊരു ഫ്രീ കിക്ക് റുട്ടീൻ അർജന്റീന ഗോൾ അടിക്കുന്നു. പിന്നെ ഈ റെഡ് കാർഡ്, എല്ലാവിധ ഡ്രാമയും ഉള്ള ഒരു കളിയായിരുന്നു. പിന്നെ 2 സൈഡിലും അത്രയും മികച്ച കളിക്കാർ. ഇപ്പൊ ഇംഗ്ലണ്ടിനായാലും ആലൻ ഷീറർ, ബെക്കം, ഓവൻ, പോൾ സ്കോൾസ്, ഇവരൊക്കെ ഉള്ള ഒരു ടീം. മറ്റേ ഭാഗത്ത് വെറോൺ, സിമിയോണെ, ബാറ്റിസ്റ്റൂട്ട, ഇവരൊക്കെ ഉള്ള ഒരു ടീം. അപ്പൊ അത് 2 ജയന്റ് ടീംസ് ഏറ്റുമുട്ടി. അതും പലപ്പോഴും ഇങ്ങനത്തെ 2 മികച്ച ടീംസ് ഏറ്റുമുട്ടുമ്പോ കളിയുടെ നിലവാരം നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല കളിയായിരിക്കില്ല. പക്ഷെ ഈ മാച്ച് ശരിക്കും ആ വിചാരിച്ചതെന്നും ഒരു ലെവല് മേലെ പോയി. മറക്കാനാവാത്ത ഒരു ലോകകപ്പ് മത്സരം എന്ന് പറയുമ്പോൾ അത് പലതുകൊണ്ടും എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ് 1986 മെക്സിക്കോയിലെ ഗൗദലജാറയിൽ നടന്ന ബ്രസീൽ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനൽ മത്സരം. അതിനകത്ത് 1-1 ആദ്യ ഇതിൽ നിൽക്കുകയും പിന്നീട് അത് വളരെ നിർഭാഗ്യകരമായ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ 4-3 ഫ്രാൻസ് ജയിക്കുകയും ചെയ്യുന്നു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ. അതിനകത്ത് നമുക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്, നമ്മൾ പറയുന്ന ഇതിഹാസ താരങ്ങൾ അല്ലെങ്കിൽ അത്രയും വലിയ ബർഡൻ ഷോൾഡർ ചെയ്യുന്ന വലിയ താരങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ഭാഗത്ത് പ്ലാറ്റിനി, ഇപ്പുറത്ത് സീക്കോ, സോക്രട്ടീസ് തുടങ്ങിയ ആൾക്കാരൊക്കെ. അതിനകത്ത് ഏറ്റവും വലിയ ട്രാജഡി സംഭവിക്കുന്നത് സീക്കോയുടെയും സോക്രട്ടീസിന്റെയും ഭാഗത്തു നിന്നാണ് അവസാനത്തെ ഗോൾ. അതെങ്ങനെയാണ് ദിലീപ് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്?
ഞാൻ ഓർമ്മിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ഫുട്ബോൾ ടീംസ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ 2 ഗ്രേറ്റ് ടീംസ് എന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് ബ്രസീൽ 1982, പിന്നെ ഫ്രാൻസ് 84. ഏറ്റവും മികച്ച മിഡ്ഫീൽഡുള്ള ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച 2 മിഡ്ഫീൽഡ്സ് ഇതായിരുന്നു. പക്ഷെ 86 എത്തിയപ്പോഴേക്കും ഈ 2 ടീമുകളും മലയുടെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സീക്കോന് 33 വയസ്സായിട്ടുണ്ട്, സോക്രട്ടീസ് 32, പ്ലാറ്റിനി അപ്പോഴേക്കും 31 വയസ്സായിട്ടുണ്ട്. ഫ്രാൻസിന് അപ്പോഴും ആ മാജിക് സ്ക്വയർ മിഡ്ഫീൽഡ് ഉണ്ട്, പക്ഷെ ആ മാജിക് കുറച്ച് മങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കളി ഇപ്പോഴും നമ്മൾ കണ്ടാൽ ആ ഒരു നിലവാരം 120 മിനിറ്റ് ആ ചൂടില് 2 ടീമും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഒരു കളിയായിരുന്നു. അതും സാധാരണ ഇപ്പൊ പലപ്പോഴും ഒരു ടീം മാത്രം അറ്റാക്ക് ചെയ്യാൻ മറ്റൊരു പിടിച്ചു നിൽക്കാൻ നോക്കി, ഇത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. 2 ടീമും അങ്ങനെ 2 ഹെവി വെയിറ്റ് ബോക്സസ് ഫൈറ്റ് ചെയ്യണ പോലെ ഒരു ഇതായിരുന്നു. എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ആദ്യത്തെ ബ്രസീൽ ഗോള്, ഇപ്പൊ നമ്മൾ സാംബ ഫുട്ബോൾ എന്നൊക്കെ പറയും, അതിൽ ശരിക്കും ആ സമയമാകുമ്പോഴേക്കും ജൂനിയർ ലെഫ്റ്റ് ബാക്ക് എന്ന് മിഡ്ഫീൽഡറായി മാറിയിട്ടുണ്ട്. അത്രയും കഴിവുള്ള ഫുട്ബോളറായിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ അപ്പൊ ബ്രാങ്കോ ആണ്. ആ ലോകകപ്പില് ബ്രസീലിനൊരു അപ്രതീക്ഷിതമായി വന്നൊരു ഹീറോ ജോസ്മാർ, റൈറ്റ് ബാക്ക് എന്ന് റോക്കറ്റ് അടിച്ച് ഗോളാക്കണ ഒരു റൈറ്റ് ബാക്ക്. അപ്പൊ ഇവരൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ മൂവില് ഫ്രാൻസിന്റെ അവരുടെ ഹാഫിൽ നിന്ന് തുടങ്ങിയിട്ട് ജോസ്മാർ, സോക്രട്ടീസ്, ജൂനിയർ, മുള്ളർ ഇവരൊക്കെ ബോൾ തൊട്ടിട്ട് അവസാനം ജൂനിയർ സ്ക്വയർ ചെയ്യാണ് കരക്കിക്ക് ഫിനിഷ് ചെയ്യാൻ 17-ാം മിനിറ്റിൽ. അതൊരു ജീനിയസ് ടീം ഗോളാണ്. ഫിനിഷ് അത്ര ഒരു പ്രത്യേകത ഇല്ലെങ്കിലും ആകപ്പാടുള്ള ആ മൂവ്മെന്റ് ടീമിന്റെ. പക്ഷെ ഫ്രാൻസ് തിരിച്ചു വരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഏറ്റവും നിൽക്കണ ഒരു കാര്യം, ഈ 1-0 ആയിരിക്കുമ്പോ സോക്രട്ടീസിന്റെ ഒരു പാസ് കരയ്ക്ക് വൈഡായിട്ട് പോയിട്ട് കരയ്ക്ക സ്ക്വയർ ചെയ്യണു ബോൾ പെനൽറ്റി ബോക്സിന്റെ ഇത് ലെവലായിട്ട്. അപ്പൊ മുള്ളർ പക്ഷെ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് അടിക്കേണ്ടതാണ്, അത് പോസ്റ്റ് പോയി തട്ടണം. അതെങ്ങാനും കേറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കളി അവിടെ അവസാനിക്കായിരുന്നു. 2-0 33-ാമത്തെ മിനിറ്റിലായിട്ട്. 41-ാമത്തെ മിനിറ്റിൽ ഇവര് ഫ്രാൻസ് മുന്നേറി, റോസ്റ്റോ വീക്കർ ഫുട്ട് വെച്ച് ക്രോസ് ചെയ്യുമ്പോൾ അതൊന്നും ശരിക്കും ക്രോസ് ആയില്ല. അത് ഒരു ഫോർവേഡ് സ്റ്റോപ്പറെ ഹെഡ് ചെയ്യാൻ നോക്കി മിസ് ചെയ്തു. പക്ഷെ ബാക്ക് പോസ്റ്റിൽ പ്ലാറ്റിനിയുള്ള ഫിനിഷ് ചെയ്യാൻ. പ്ലാറ്റിന പിറന്നാളാണെന്ന്. അപ്പൊ അങ്ങനെ ഇത് കളിച്ച് 71-ാം മിനിറ്റിൽ സീക്കോ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ കളിക്കാൻ 90 മിനിറ്റ് ഒന്നും കളിക്കാനുള്ള കഴിവില്ല. അപ്പൊ സീക്കോ വന്നിട്ട് ആദ്യത്തെ ടച്ച് ഔട്ട്സൈഡ് ഓഫ് ദ ബൂട്ട് വെച്ച് പാസ്സാണ് ബ്രാങ്കോന്. ഇതൊക്കെയാണ് നമ്മൾ ജീനിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ഈ ബൂട്ടിന്റെ ഔട്ട്സൈഡ് ഹാഫ് വെച്ച് ഇങ്ങനെ തട്ടിക്കോട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ബ്രാങ്കോ അത് എടുത്തു, ബോക്സിലേക്ക് കയറി ബാറ്റ്സ് ഫൗൾ ചെയ്യുന്നു, പെനൽറ്റി കിക്ക്. അപ്പൊ എല്ലാരും വിചാരിച്ചത് ഉറപ്പായിട്ടും ഗോള്. പക്ഷെ അതിന് മുമ്പ് അവർക്ക് പെനൽറ്റി എടുത്തിരുന്ന ഒന്ന് സോക്രട്ടീസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറക്ക. അപ്പൊ സോക്രട്ടീസ് ബോൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ അപ്പൊ ബെഞ്ചിൽ നിന്ന് നിർദ്ദേശം വരുന്നു സീക്കോ എടുക്കട്ടെ. സീക്കോ ഒരു തവണ ബോൾ തൊട്ടിട്ടുള്ളൂ ഫീൽഡിൽ വന്നതിന് ശേഷം. സീക്കോ എടുക്കണം. സീക്കോ ആണെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കണം, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഡെഡ് ബോൾ എക്സ്പെർട്സിൽ ഒരാളാണ്. ഇപ്പൊ മെസ്സി ഇവരെയൊക്കെ പറ്റി പറയണ പോലെ ആ ഒരു ലെവലില് ഫ്രീ കിക്കും പെനൽറ്റി എടുത്തിരുന്ന ആള്. പക്ഷെ അന്ന് എടുത്ത പെനൽറ്റി ഒരു ടോപ്പ് പ്ലെയർക്ക് അത്രയും മോശം ഒരു പെനൽറ്റി എടുക്കാൻ പറ്റില്ല. കീപ്പർക്ക് സേവ് ചെയ്യാൻ പറ്റണ ഹൈറ്റില് കോർണറിലും അല്ല, ഗോളിന്റെ നടുക്കായിട്ട് അത് ബാറ്റ്സ് സേവ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ടാണ് എക്സ്ട്രാ ടൈം പോയിട്ട് ഷൂട്ട് ഔട്ടിൽ എത്തുന്നത്. ഷൂട്ട് ഔട്ടിൽ ആദ്യത്തെ കിക്ക് എടുക്കേണ്ടത് സോക്രട്ടീസ്. സോക്രട്ടീസിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഇങ്ങനെ പതുക്കെ വന്ന് ഒന്ന് നിന്ന് ഒന്ന് അടിക്കുക. അതും പക്ഷെ അന്നും കോർണറിലേക്കല്ല, നല്ല ഹൈറ്റിലായിരുന്നു, പക്ഷെ കോർണറിലേക്ക് അല്ലാത്തത് കൊണ്ട് ബാറ്റ്സ് ചാടി അത് തട്ടി തെറിപ്പിക്കുന്നു. പിന്നീടുള്ള 6 പെനൽറ്റി സ്കോർ ചെയ്യുന്നു. ഫ്രാൻസിന് വേണ്ടി സ്റ്റോപ്പറ, അമറോസ്, ബെലോൺ, ഇവര് സീക്കോ, ആലമോ, ബ്രാങ്കോ, ഇവര് 3 പേരും അടിക്കുന്നു. പിന്നെ വരുന്നത് പ്ലാറ്റിനിയാണ്, വേറൊരു ഡെഡ് ബോൾ. ഞാൻ അങ്ങനത്തെ ഫ്രീ കിക്ക് വളരെ ചുരുക്കം, പ്ലാറ്റിനി, സീക്കോ ആ ലെവലില് അധികം പേരൊന്നും എടുത്തിട്ടില്ല.
പക്ഷെ പ്ലാറ്റിനിന്റെ പെനൽറ്റി ഇത്രയും മോശം ഒരു പെനൽറ്റി എനിക്ക് പോലും എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അത്രയും മേതെ കൂടിയാ പോകുന്നത്. എന്നിട്ട് പ്ലാറ്റിനി ഇങ്ങനെ തല പിടിച്ചിട്ടാണ് നടന്നു പോണെങ്കിൽ ഈ കളി ഞാൻ കാരണം തോൽക്കുമല്ലോ ചിലപ്പോ. പിന്നെ വരുന്നത് ഹൂലിയോ സെസാർ സെന്റർ ബാക്ക്. അപ്പൊ സെന്റർ ബാക്സിന് വലിയ സോക്രട്ടീസിന്റെ ട്രിക്കറി ഇതൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് പോയി വീശി. അത് ഒരു ഗോൾ കീപ്പർക്കും തടുക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷെ പോസ്റ്റ് തടുത്തു. എന്നിട്ടാണ് ലൂയിസ് ഫെർണാണ്ടസ് ആ മാജിക് സ്ക്വയർ മിഡ്ഫീൽഡിൽ ഏറ്റവും ഗ്ലാമർ ഇല്ലാത്ത കളിക്കാരൻ ഫിനിഷ് ചെയ്യുന്നു കളി. പക്ഷെ അത് എപ്പോഴും മനസ്സിൽ നിൽക്കും. ബ്രസീലത്തെ കളിക്കാര് പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട് അത് ടെലി സാന്റാനയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് ജയിക്കേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഫ്രാൻസ് ടീമിനും ആ കളി കഴിഞ്ഞിട്ട് അത്രയും എനർജി അവർ ഉപയോഗിച്ചത് കാരണം സെമിയിൽ അവർ വളരെ ഫ്ലാറ്റായി കളിച്ചു, വെസ്റ്റ് ജർമ്മനിയോട് പോയി തോൽക്കുകയും ചെയ്തു. അപ്പൊ രണ്ട് ടീമിനും ജയിക്കാൻ പറ്റിയില്ല കപ്പ്. ശരിക്കും ആ കാലത്തെ ഏറ്റവും മികച്ച രണ്ട് ഇന്റർനാഷണൽ ടീംസ് ആയിരുന്നു. ഇതില് പിന്നെ ഗോൾ കീപ്പറെ പറ്റി പിന്നെ പല സ്ഥലത്തും എഴുതി കണ്ടിട്ടുണ്ട്, കാരണം ഒരു ലെജൻഡായി മാറി മൂപ്പര് ഒരൊറ്റ കളി കൊണ്ട് എന്നുള്ള ജോയൽ ബാറ്റ്സ് അല്ലേ. അത് ആ ബാറ്റ്സിന്റെ കുറെ ലക്കും വേണം. പക്ഷെ ആ സമയം ആവുമ്പോഴേക്കും ഈ വീഡിയോ കാസ്റ്റ് വന്നതുകൊണ്ട് യൂറോപ്യൻ ടീംസ് പലരും ഈ കളിക്കാരുടെ പെനൽറ്റി ടേക്കിംഗ് ഹാബിറ്റ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് തുടങ്ങി വെച്ച ചില ടീംസ് ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഇവരൊക്കെയാണ് ഈ വീഡിയോ കാസ്റ്റ് വെച്ചിട്ട് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഡേറ്റ ടെക്നോളജി ഇതൊക്കെ ആദ്യം അതിന്റെ തുടക്കം ആ 86 ലോകകപ്പ് സമയത്തായിരുന്നു.